അരയ്ക്കു ചുറ്റും 16 തീപ്പന്തങ്ങളും 2 ആൾ പൊക്കത്തിൽ കുരുത്തോല മുടിയും ചൂടി അഗ്നികണ്ഠകർണൻ പുറപ്പാടിനെത്തി. അടയാളം വെക്കൽ മുതൽ ഓരോ ചടങ്ങ് കഴിയുമ്പോഴും തെയ്യക്കോലത്തിന്റെ പൂർണ്ണതയിലേക്ക് കണ്ഠകർണനെത്തുന്നു. അടയാളം വെച്ച് തോറ്റം പാടി ആഭരണങ്ങളില്ലാതെ വെള്ളാട്ടമാടി ഒടുവിൽ ഒരു പുറപ്പാട്. അരയിൽ ഇരുട്ടിനെ പൊളിച്ചു കളയുന്ന 16 പന്തങ്ങൾ. അസുരവാദ്യങ്ങളുടെ അകമ്പടിയോടെ തെയ്യം പുറപ്പെടുന്നു. കയ്യിലും മെയ്യിലും അഗ്നി, അരയിലും ഭീമാകാരമായ തിരുമുടിയിലും നിറയെ തീപ്പന്തങ്ങൾ, മുഖത്ത് കരിന്താടി, പൊയ്ക്കണ്ണ്, കയ്യിൽ ആയുധങ്ങൾ എന്നിങ്ങനെയാണ് വേഷവിധാനങ്ങൾ. ഭൂതപ്രേത പിശാചുക്കളുടെ ബാധ പ്രവേശിച്ചുവെന്ന് വിശ്വസിക്കുന്ന ഭക്തർ അഗ്നികണ്ഠകർണന്റെ മന്ത്രഭസ്മം പ്രസാദമായി സ്വീകരിക്കുന്നു. കണ്ണിനു ചുറ്റും കറുപ്പിലുള്ള വെള്ളക്കുത്തുകൾ ഇത് വസൂരിയെയാണ് സൂചിപ്പിക്കുന്നത്. കാഴ്ചക്കാർക്ക് മുഴുവൻ അനുഗ്രഹം നൽകി ക്ഷേത്രത്തെ വലം വെച്ചാൽ പിന്നെ തെയ്യം ആരംഭിക്കുകയാണ്. ചെറിയ ചില നീക്കങ്ങളാണ് ആദ്യം. ചെണ്ടയുടെ താളം തെയ്യത്തിന്റെ നീക്കങ്ങൾക്കൊപ്പമാണ്. ഇടയ്ക്ക് ചുവടുകൾ വേഗത്തിലാക്കുന്നു. ഇടയ്ക്ക് ചുറ്റുമുള്ളവർ കണ്ഠകർണനെ പീഠത്തിലേക്ക് നയിക്കുന്നു. ആളിക്കത്തുന്ന തീപ്പന്തങ്ങൾക്കു നടുവിൽ കണ്ഠകർണനെ കാണാം. പീഠത്തിന് മുകളിൽ വെച്ച് തെയ്യം തീ കുടഞ്ഞു കളയുന്നു. പിന്നീട് പീഠം വിട്ട് നിലത്തും ഇതാവർത്തിക്കും. തീപ്പൊരികൾക്ക് നടുവിൽ അസുരവാദ്യങ്ങളുടെ പെരുക്കത്തിൽ കണ്ഠകർണനെ കാഴ്ചക്കാർ വണങ്ങും. വട്ടത്തിൽ കറങ്ങിയും അരകൊണ്ട് പന്തങ്ങൾ ചുഴറ്റിയും ശരീരം കുലുക്കിയും തീപ്പന്തങ്ങളിൽ നിന്ന് വിടുതൽ നേടുകയാണ് തെയ്യം ചെയ്യുക. അവസാനത്തെ പന്തത്തിലേക്ക് അടുക്കുമ്പോൾ വാദ്യങ്ങളും മുറുകും. കണ്ഠകർണൻ സ്വാമി ഗോകർണത്ത് നിന്നാണ് വന്നതെന്നാണ് പഴങ്കഥ. ഗോകർണത്ത് നിന്ന് വന്ന ബ്രാഹ്മണനായിരുന്നു സ്വാമി. സഞ്ചാരത്തിനിടയ്ക്ക് സ്വാമിക്ക് മുമ്പിൽ ഒരു കള്ളുചെത്തുകാരൻ വന്നു. സ്വാമി ദാഹം കൊണ്ട് ഒരു ഇളനീര് ചോദിച്ചു. എന്നാൽ ചെത്തുകാരന്റെ നോട്ടം സ്വാമിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ മൊന്തയിലായിരുന്നു. അയാൾ സ്വാമിയെ വെട്ടിക്കൊന്നു. അതിനുശേഷം സ്വാമിയുടെ പ്രേതം ഓരോ ഉപദ്രവം തുടങ്ങിയത്രേ. സ്വാമിയുടെ പ്രേതത്തെ കുടത്തിലാക്കിയതാകട്ടെ ഒരു മുസ്ലിം പുരോഹിതനാണ്. കളയാൻ പോകുന്ന വഴി കുടം പൊട്ടി പ്രേതം തിരിച്ചെത്തി. അതൊരു പെണ്ണിന്റെ ശരീരത്തിൽ കയറി. ഒടുവിൽ ആ ശാഠ്യത്തോട് തോറ്റ നാട്ടുകാർ സ്വാമിയെ കടപ്പുറത്ത് കുടിയിരുത്തി. ആ സ്വാമിക്കൊപ്പമുള്ള മൂർത്തികളിൽ ഒരാളാണ് അഗ്നികണ്ഠകർണൻ. അവർ 9 പേരുണ്ട്. അഗ്നികണ്ഠകർണൻ, ഭൈരവൻ, വിഷ്ണുമൂർത്തി, കുട്ടിച്ചാത്തൻ, ഉച്ചിട്ട, രക്തേശ്വരി, ഗുളികൻ, കുറത്തി, പൊട്ടൻ ദൈവം. കണ്ഠകർണനെ കുറിച്ച് ഇനിയും ഏറെ കഥയുണ്ട്. അതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പരമശിവന്റെ ഗണ്ഡത്തിൽ പിറന്ന് കർണത്തിൽ പുറത്തു വന്ന ഒരു ഭഗവാനാണ് കണ്ഠകർണൻ. ഭദ്രകാളി രക്തേശ്വരി ചണ്ടമുണ്ടന്മാരെ വധിച്ച നേരത്ത് രക്തേശ്വരിയായി വന്ന സമയത്ത് രക്തേശ്വരി ഭദ്രകാളിക്ക് വന്നിരിക്കുന്ന ഒരു വസൂരും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് ഈ കണ്ഠകർണ ദൈവമാണ് ഭദ്രകാളിൻ്റെ ദേഹത്തുള്ള വസൂരിയൊക്കെ മാറ്റിക്കൊടുത്തത് എന്നും കൂടി ഒരു ഐതിഹ്യമുണ്ട്. കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞാൽ ഒരുപാടുണ്ട് കണ്ഠകർണനെ കുറിച്ച്. അപ്പോൾ ഇത് ചെറുതായിട്ടുള്ളൊരു ഐതിഹ്യം. വെള്ളാട്ടത്തോടെയാണ് തെയ്യത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുക. യഥാർത്ഥ പ്രകടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് വെള്ളാട്ടം നടക്കുന്നത്. തെയ്യത്തെക്കുറിച്ചുള്ള ഒരു ആമുഖമാണിത്. എല്ലാ തെയ്യങ്ങൾക്കും വെള്ളാട്ടം നിർബന്ധവുമില്ല. തീപ്പന്തങ്ങളും തിരുമുടിയുമില്ലാതെ നടത്തുന്ന പ്രകടനമാണ് വെള്ളാട്ടം. ആഭരണങ്ങളുടെ ഭാരമില്ലാത്തതുകൊണ്ട് വെള്ളാട്ടം ചടുലമാണ്. നിറച്ചിരിക്കാതെ കണ്ഠകർണൻ ക്ഷേത്രത്തിന്റെ പടിപ്പുരകളിലേക്ക് ഓടിയെടുക്കും. സ്ത്രീകളും കുട്ടികളും ചിതറിയോടും. സ്വാമിയെ കുടിയിരുത്തും മുൻപ് നാട്ടിൽ സ്വതന്ത്രനായി വിഹരിച്ച കണ്ഠകർണനെ അറിയണമെങ്കിൽ വെള്ളാട്ടം കണ്ടാലും മതി. ഓലച്ചൂട്ടുകൾ അടുത്തെത്തുമ്പോൾ കണ്ഠകർണൻ അവയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അഗ്നിക്കൊപ്പം നൃത്തം ചെയ്യുന്നു. വെള്ളാട്ടത്തിനിടയ്ക്ക് സഹായികളുടെ കൈപിടിച്ച് ഒരു ഓട്ടമുണ്ട്. മുന്നറിയിപ്പില്ലാത്ത ഈ ഓട്ടത്തിനു പിന്നാലെ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഒപ്പം ഓടാറുണ്ട്. കണ്ണാടി ബിംബം കയ്യിലേന്തി പ്രത്യേക ആയോധന ചുവട് വെച്ചാണ് തോറ്റം പുറപ്പാട്. ദൈവക്കുത്തിനെ അനുസ്മരിക്കും വിധം സ്ത്രീകൾ ഈണത്തിൽ തോറ്റം ചൊല്ലുന്നതും ഈ തെയ്യത്തിന്റെ മാത്രം സവിശേഷതയാണ്. അഗ്നികണ്ഠകർണന്റെ തോറ്റം ഗൂഢശ്ലോകങ്ങളാണെന്നതും ഈ തെയ്യത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ
വായനയുടെ മധുരം മാത്രമല്ല, കലയുടെ വിവിധ രൂപങ്ങളും ഇവിടെ അരങ്ങ് തകർക്കുകയാണ്. കൗതുകവും ഭയവും അതിലേറെ ആകാംക്ഷയും നിറച്ച് അഗ്നി കണ്ട കർണൻ ഇവിടെ ആടിത്തിമിർക്കുകയായിരുന്നു. നമ്മുടെ കേരളത്തെ വ്യത്യസ്തമാക്കുന്നതും ഇത്തരത്തിലുള്ള തനത് കലാരൂപങ്ങൾ തന്നെയാണ്. ക്യാമറാമാൻ പ്രകാശ് എസ് സിബന്ധകനൊപ്പം സിബിന സണ്ണി, കൈരളി ന്യൂസ്.